നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇത് m and n be the coefficients of 7th and 13th terms respectively in the expansion of x power 1 by 3 by 3 plus 1 by 2x to the power 2 by 3 all raised to 18 then n by m all raised to 1 by 3. കൃത്യമായും ബൈനോമിയൽ എക്സ്പാൻഷനിലെ വെരി സിമ്പിൾ ആൻഡ് NCERT ബേസ്ഡ് പ്രോബ്ലം തന്നെ പറയാം. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ചില കെയർലെസ് മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. ആ എയും ബിയും ഒന്ന് കൃത്യമായിട്ട് എഴുതിയാൽ മതി. നിങ്ങൾ ആദ്യം എഴുതുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇതിനെ 3 power minus 1 x power 1 by 3 അപ്പൊ എ അതായി പ്ലസ് 2 power minus 1 x power minus 2 by 3 all power 18 എന്ന് വിചാരിച്ചാൽ a plus b all raised to 18 ആയി. ഇതാണ് a plus b all raised to 18. a plus b all raised to 18ന്റെ എന്താ കാണേണ്ടത്, 7th 13. ഇതിന്റെ T7 എല്ലാവർക്കും എഴുതാൻ അറിയാം. 18c6 a power 12 b power 6. ഇത്രയേ ഉള്ളൂ. ആ എക്ക് പകരം കൃത്യമായും ഇത് കൊടുക്കണം, ഈ നമ്പർ കൊടുക്കണം. ബിക്ക് പകരം ഈ നമ്പർ കൊടുക്കണം. എന്നിട്ട് അതിന് എക്സ് അല്ലാത്ത ടേംസുകളൊക്കെ എടുക്കണം. അപ്പോഴാണ് നമുക്ക് എം കിട്ടുന്നത്. അതുപോലെ T13 ആണ് പിന്നെ എഴുതേണ്ടത്. T13 എഴുതുമ്പോൾ 18c12 ആണ്. എ പവർ എന്തെഴുതണം, 6 ആണ് എഴുതുക. എ പവർ 6 ബി പവർ 12. T13 എന്ന് പറയുമ്പോൾ NCR അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. TR plus 1 ഈക്വൽ ടു സിമ്പിൾ റിസൾട്ട് NCR എ പവർ n മൈനസ് ആർ ബി പവർ ആർ. ഇതാണ് ജനറൽ ഫോർമുല. അപ്പൊ T13 എഴുതുമ്പോൾ നമ്മൾ ആർ ഈക്വൽ ടു 12 ആയിട്ട് കൺസിഡർ ചെയ്യണം. അത്രേ വേണ്ടൂ. ഈ രണ്ട് കാര്യം കൃത്യമായി എടുത്തെഴുതാണ്. അതിൽ എക്കും ബിക്കും ഇതാണ്ട് റീപ്ലേസ് ചെയ്താൽ നമ്മളെ എമ്മും എന്നും കിട്ടി. പിന്നെ ഒന്നുമില്ല. ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വേണമെങ്കിൽ ഒന്ന് നോക്കാം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞാൽ. വീണ്ടും ഞാൻ T7 ഒന്ന് ഇവിടെ എഴുതി വെക്കുന്നു. T7 18c6 a power 12 b power 6. T13 18c12 a power 6 b power 12 ആണല്ലോ. എയും ബിയും കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്. എയുടെ പ്ലേസിൽ 3 power minus 1 x power minus 1 by 3 എന്നാണ് എയുടെ പ്ലേസിൽ. എക്സ് പവർ അല്ല, എക്സിന് പവർ -1 by 3 ഇല്ല അവിടെ. എക്സിന്റെ പവർ 1 by 3 മാത്രമേ ഉള്ളൂ. എക്സിന് 1 by 3 ഡിനോമിനേറ്റർ നല്ല വന്നത്. ബിയോ ബി അതേസമയം 2 power minus 1 x power minus 2 power minus 1 x power minus 2 by 3 ഉണ്ട്. അപ്പൊ നമുക്ക് T7 ഒന്നുകൂടി എഴുതി നോക്കാം. T7 എഴുതിയാൽ 18c6 a power 12 എന്ന് പറയുമ്പോൾ 3 power minus 12 x power 4. x power 1 by 3 ക്കാണ് all power 4. b power 2 power minus 6 x power minus 4 എന്ന് വരും. ഐ തിങ്ക് കാരണം -2 by 3 all power 6 എന്ന് പറഞ്ഞാൽ -4 ആണ്. അപ്പൊ ഇതിനകത്തുനിന്ന് എം എന്ന് പറയുന്നതാണ് 7th ടേമിന്റെ കോയിഫിഷ്യന്റ്. അപ്പൊ ഇപ്പൊ തന്നെ എം നമുക്ക് എഴുതി വെക്കാം. എം എന്ന് പറഞ്ഞാൽ 18c6 എത്ര വരും, 3 power minus 12 2 power minus 6. ഇതാണ് എമ്മിന്റെ വാല്യൂ. ഇനി നോക്കൂ, T13 ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. 18c12 a power 6 എന്നാണ്. അപ്പൊ 3 power minus 6 x power 2 and b power 12 2 power minus 12 and x power minus 8 എന്ന് വരും. അപ്പൊ n ഈക്വൽ ടു എന്ത് വരും ഇവിടെ, 18c12 3 power minus 6 2 power minus 12. ഇങ്ങനെയാണ്
എമ്മിന്റെയും എന്നിന്റെയും വാല്യൂ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്? എൻ ബൈ എം എഴുതണം. നോക്കൂ, എൻ ബൈ എം എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം 18C6ഉം 18C12ഉം സെയിം ആണ്. അപ്പൊ എൻ ബൈ എം എഴുതാൻ പോകുമ്പോൾ 18C12 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 18C12 എന്ന് പറഞ്ഞാൽ 18C6. NCR ഈക്വൽ ടു NCN മൈനസ് ആർ. 18C12 എന്ന് പറഞ്ഞാൽ 18C6. കാരണം NCR ഈക്വൽ ടു NCN മൈനസ് ആർ. ആർ എന്ന് പറയുന്നത് 12, N 18. അപ്പൊ 18C12 ഈക്വൽ ടു 18 മൈനസ് 12, NCN മൈനസ് ആർ. അപ്പൊ അത് രണ്ട് ക്യാൻസൽ ആയി. എൻ ബൈ എമ്മിൽ അത് ഉണ്ടാവില്ല. പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 3 പവർ മൈനസ് എക്സ് 2 പവർ മൈനസ് 12 മുകളിലും താഴെ 3 പവർ മൈനസ് 12 2 പവർ മൈനസ് 6. ജസ്റ്റ് അത് മുകളിലോട്ട് താഴോട്ട് എടുക്കുമ്പോൾ പോസിറ്റീവായിട്ട് എഴുതാം. 2 പവർ 6 3 പവർ 12 ഡിവൈഡഡ് ബൈ 2 പവർ 12 3 പവർ 6 എന്ന് പറഞ്ഞാൽ 3 പവർ 6 ബൈ 2 പവർ 6. 3 ബൈ 2 ഓൾ റേസ് ടു 6. 3 ബൈ 2 ഓൾ റേസ് ടു 6 ആണ് എൻ ബൈ എം. ചോദ്യം എൻ ബൈ എമ്മിന്റെ ക്യൂബ് റൂട്ട്. അപ്പൊ എൻ ബൈ എം ഓൾ റേസ് ടു 1/3 എന്ന് പറയുമ്പോൾ 3 ബൈ 2 ഓൾ സ്ക്വയർ ആയ 9/4 ആണ് നമുക്ക് ആൻസർ ആയി കിട്ടുക. ഇവിടെ ഈ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് NCERT-യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ കുറേയും കൂടി ഹൈക്ക് ചെയ്തിട്ടുള്ള റിസൾട്ട്സുകൾ ഒന്നും വരുന്നില്ല. ജനറൽ ടേം എഴുതാൻ മാത്രം പഠിച്ചാൽ മതി. പിന്നെ എന്താ ഇതിലൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്? ഒരുപക്ഷെ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ NCERT ബുക്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജസ്റ്റ് കോയിഫിഷ്യന്റ് കാണാനോ ടേം കാണാനോ മാത്രമേ NCERT-യിൽ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിന്റെ കോയിഫിഷ്യന്റ് കണ്ട് ആ കോയിഫിഷ്യന്റ് കൊണ്ട് വേറൊരു മാത്തമെറ്റിക്സ് ഉണ്ടാക്കുന്നു. അതാണിത്. കോയിഫിഷ്യൻസുകൾ കണ്ടാൽ അതിന്റെ റേഷ്യോന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അതൊന്നും പിന്നെ ഒരു എന്താ പറയാ, ഒരു ജെയ് ലെവൽ എന്ന് പറയണമെന്നില്ല. ഇവിടെ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെറുതായിട്ടൊന്ന് അശ്രദ്ധമാവുമ്പോൾ എവിടെയൊക്കെ തെറ്റും? ഈ എഴുതുന്ന എക്സ്പ്രഷൻസുകളിലൊക്കെ തെറ്റുപറ്റാം. A+B ഓൾ റേസ് ടു n ആയിട്ട് കാണാൻ A കൃത്യമായും 3 റേസ് ടു -1 x റേസ് ടു 1/3, B കൃത്യമായിട്ടും 2 റേസ് ടു -1 x ടു ദ പവർ -2/3. അങ്ങനെ അതിന്റെ ജനറൽ ടേം കൃത്യമായിട്ട് എഴുതുന്നു. ആ ടേമുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. NCR ഈക്വൽ ടു NCN മൈനസ് ആർ ഉപയോഗിക്കുന്നു. വെരി സിമ്പിൾ റിസൾട്ട്. എൻ ബൈ എം നമുക്ക് 3/2 ഓൾ റേസ് ടു 6 കിട്ടുന്നു. ക്യൂബ് റൂട്ട് എടുത്താൽ 3/2 ഹോൾ സ്ക്വയർ. പിന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ അരിത്തമെറ്റിക്. 9/4 ആണ് ആൻസർ വരുന്നത്. എവിടെയാണ്? ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട്. 9/4. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ബൈനോമിയൽ എക്സ്പാൻഷനിൽ നിന്നാണ്. സിമ്പിൾ അരിത്തമെറ്റിക്സും ജനറൽ ടേം എഴുതാൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.